ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് വഴി തുറന്നുകൊണ്ട് ചന്ദ്രനിലേക്ക് ഇന്ധന ചെലവ് വളരെ കുറഞ്ഞ പുതിയൊരു ഷോർട്ട്കട്ട് പാത കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. കാലങ്ങളായി ചാന്ദ്ര ദൗത്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വൻതോതിലുള്ള ഇന്ധന ചെലവും സങ്കീർണമായ സാങ്കേതിക പ്രശ്നങ്ങളുമായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഗവേഷക സംഘത്തിന്റെ ഈ പുതിയ കണ്ടെത്തലോടെ ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങളുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ബഹിരാകാശ ഏജൻസികളുടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സഹായിക്കുന്നതാണ് ഈ പുതിയ പഠനം. സാവോ പോള സർവകലാശാലയിലെയും കോയിംബ്ര സർവകലാശാലയിലെയും ഗവേഷകർ സംയുക്തമായി നടത്തിയ ഈ പുതിയ പഠനം 2026 ഏപ്രിലിൽ ആസ്ട്രോഡൈനാമിക്സ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. തിയറി ഓഫ് ഫങ്ഷണൽ കണക്ഷൻസ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവർ ഈ വലിയ ദൗത്യം പൂർത്തിയാക്കിയത്. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലങ്ങളെ അടിസ്ഥാനമാക്കി ഏകദേശം 3 കോടിയോളം വ്യത്യസ്തമായ ഭൂമിചന്ദ്ര പാതകളാണ് ഗവേഷകർ ഇതിനായി പരിശോധിച്ചത്. ദൂരം കുറഞ്ഞ പാതയാണ് ഏറ്റവും കാര്യക്ഷമമെന്ന പരമ്പരാഗത ധാരണകളെ പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്നതാണ് ഈ പുതിയ പഠനഫലം. ചന്ദ്രന്റെ ഭൂമിയോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുള്ള പ്രവേശനത്തേക്കാൾ ചന്ദ്രന്റെ മറുവശത്തു നിന്നുള്ള സമീപനമാണ് കൂടുതൽ ഇന്ധനക്ഷമമെന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ പുതിയ പാതയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഭൂമിയുമായുള്ള ആശയവിനിമയം ഒരു ഘട്ടത്തിലും തടസ്സമില്ലാതെ നിലനിർത്താം എന്നതാണ്. മുമ്പ് നടന്ന ആർട്ടിമിസ് 2 ദൗത്യത്തിൽ ചന്ദ്രന്റെ മറുവശത്തു കൂടി സഞ്ചരിച്ചപ്പോൾ ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയുമായുള്ള ബന്ധം താൽക്കാലികമായി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ പാതയിലൂടെ ഇത്തരം വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. ചന്ദ്രനിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിനും മനുഷ്യനിർമ്മിത ചാന്ദ്ര ദൗത്യങ്ങൾക്കും ഈ കണ്ടെത്തൽ പുതിയൊരു ദിശാബോധം നൽകും. കുറഞ്ഞ ചെലവിൽ ചന്ദ്രനിലേക്ക് പേടകങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് വഴി മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് വേഗത കൂടും. ചന്ദ്രനിൽ ഒരു സ്ഥിരതാമസം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന നാസയ്ക്കും മറ്റ് ബഹിരാകാശ ഏജൻസികൾക്കും ഈ പുതിയ ബഹിരാകാശ പാത വലിയൊരു അനുഗ്രഹമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല.